തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, ദൈവത്തെ ഒരുപാട് വിലമതിക്കുന്ന ഒരു നല്ല മനുഷ്യൻ, അദ്ദേഹം തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരനുഭവം ഈയിടെ പങ്കുവച്ചു. ഒരു ബിസിനസ്സുകാരനാണ്. ഒരു ദിവസം അവരുടെ വീട്ടിൽ ഒരു പാവപ്പെട്ട ഒരു വൃദ്ധയായ സ്ത്രീ കടന്നു വന്ന് ഒരു സങ്കടം പറഞ്ഞു. വീടിൻ്റെ മഴക്കാലമാണ് വരാൻ പോകുന്നത്, പുരമേയാനുള്ള പണമില്ല, എന്തെങ്കിലും സഹായിക്കണം. അദ്ദേഹം അകത്ത് ചെന്ന് ആ സ്ത്രീക്ക് ഒരു ചെറിയ തുക സമ്മാനിക്കാൻ ഒരുങ്ങിയപ്പോൾ അകത്തു നിന്ന് ഭാര്യ വിളിച്ചു. എന്നിട്ട് ഭാര്യ ചോദിച്ചു, ഈ വർഷം നമ്മൾ ടൂറ് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, നമ്മളെല്ലാ കൊല്ലം പോകുന്നതല്ലേ, ഇത്തവണ ആ യാത്ര വേണ്ടെന്ന് വെച്ച് ആ പണം ഈ പാവപ്പെട്ട സ്ത്രീക്ക് കൊടുത്താൽ അവർക്ക് നല്ലൊരു മേൽക്കൂര കിട്ടുമല്ലോ. അദ്ദേഹം പുറത്തു വന്ന് ആ പാവം സ്ത്രീയോട് ചോദിച്ചു, എത്ര രൂപയാവും മേൽക്കൂര കെട്ടാൻ? അവർ പറഞ്ഞു, അതിന് ഒരുപാട് പണമാവും സാറേ, സാർ അത്രയൊന്നും അല്ലെങ്കിലും എന്തെങ്കിലും തന്നാൽ മതി. പക്ഷെ അദ്ദേഹം പറഞ്ഞു, പോയി ആശാരിയോട് ചോദിച്ചിട്ട് വരണം. അങ്ങനെ ആ സ്ത്രീ പിന്നീട് വന്നു. അവരാവശ്യപ്പെട്ട പണം ഈ നല്ല മനുഷ്യൻ എടുത്തു കൊടുത്തു. ഉടനെ നിറഞ്ഞ കണ്ണോടെ ആ പാവം ദരിദ്രയായ സ്ത്രീ ഇദ്ദേഹത്തിൻ്റെ ശിരസിൽ കൈകൾ വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കുഞ്ഞിനെ ദൈവം എന്നും സംരക്ഷിക്കും, ഒരു പൂഴിമണ്ണ് പോലും കുഞ്ഞിൻ്റെ ശിരസിൽ വീഴാൻ ഇടയാവാത്ത വിധം ദൈവം പൊതിഞ്ഞു പിടിക്കും. അദ്ദേഹം പറയുകയാണ്, ജീവിതത്തിൽ പിന്നീടെല്ലാം എന്തുമാത്രം ഇടങ്ങളിൽ ദൈവം പൊതിഞ്ഞു പിടിക്കുന്ന സ്നേഹത്തിൻ്റെ അനുഭവമുണ്ടായി. ഒരുപക്ഷെ ഞങ്ങൾ ആ വർഷം ടൂറ് പോയിരുന്നെങ്കിൽ 1-2 ദിവസം അടിച്ചുപൊളിച്ച് തിരിച്ചു വന്നാൽ ഞങ്ങൾക്കൊരിക്കലും ഇത്രയും ആത്മസംതൃപ്തി ലഭിക്കില്ലല്ലോ. പ്രിയമുള്ളവരെ, ആഡംബരവും ധൂർത്തും ഒക്കെ ഒരു ഭാഗത്ത് വർദ്ധിക്കുമ്പോൾ മറുഭാഗത്ത് വേദനിക്കുന്നവരുടെയും കരയുന്നവരുടെയും ഒക്കെ ഒരു ലോകമുണ്ട്. ആരോ പറഞ്ഞു, എവറിബഡി നോസ് ദ പ്രൈസ് ഓഫ് എവറിത്തിങ് ബട്ട് നോബഡി നോസ് ദ വാല്യൂ ഓഫ് എനിത്തിങ്. എല്ലാറ്റിൻ്റെയും വില അറിയാം നമ്മുടെ യുവതലമുറയ്ക്ക്. വില കൂടിയ കാറ്, വില കൂടിയ മൊബൈൽ ഫോൺ, ഇതിൻ്റെയൊക്കെ വില അറിയാം. പക്ഷേ ആ പണത്തിൻ്റെ മൂല്യം അതെത്രയാണെന്ന് തിരിച്ചറിയാനാവാത്ത ഒരു തലമുറ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നമുക്ക് കരുതി വയ്ക്കുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചിലതൊക്കെ പങ്കുവയ്ക്കുമ്പോൾ നമ്മളിലേക്ക് കടന്നു വരുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താം. ഏതെങ്കിലും അനാവശ്യമായ ആഡംബരങ്ങളുടെ പിറകെ, ധൂർത്തിൻ്റെ പിറകെ ഞാൻ അലയുന്നുണ്ടോ? ആവശ്യക്കാരനായ ഒരാളെ എൻ്റെ മുമ്പിൽ ദൈവം എത്തിക്കും. അവരെ കാണാനും അവരെ കണ്ടെത്താനും സഹായിക്കാനുമുള്ള ഒരു മനസ്സിന് വേണ്ടി നല്ല ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.